dear students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോം ബാങ്കിങ് പ്രൊഡക്ഷൻ ട്രേഡിംഗ് ആൻഡ് സർവീസ് കോപ്പറേറ്റീവ്സ് എന്നുള്ള സബ്ജക്റ്റാണ് കേട്ടോ. ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CBCSS വിദ്യാർത്ഥികൾക്കുള്ള ഒരു സബ്ജക്റ്റ് അല്ല, CCSS വിദ്യാർത്ഥികൾക്കുള്ള സബ്ജക്റ്റാണിത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ചെറിയ പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇലോബറേറ്റഡ് വേർഷൻ അല്ല നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. പകരം ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു മെയിനായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എന്താണ് ഈ ഒരു സബ്ജക്റ്റ് സ്റ്റുഡൻസിലോട്ട് എത്തിക്കുന്ന മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ, ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടല്ലോ, ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ സ്റ്റുഡൻസിനൊരു ഇൻഡെപ്ത് നോളജ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നുള്ള മൊഡ്യൂളിൽ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ, കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഓർഗനൈസേഷൻ അണ്ടർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ PACS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, DCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് SCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, റിസോഴ്സസ് ആൻഡ് ലെൻഡിങ് ഓപ്പറേഷൻസ്, അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് NPAS. NPAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലൂടെ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മൊഡ്യൂളിലോട്ട് പോകാം. ഫസ്റ്റ് മൊഡ്യൂളാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് കോപ്പറേറ്റീവ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 19th സെഞ്ച്വറിയിലായിരുന്നു. ഓക്കെ, ഇത് അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 19th സെഞ്ച്വറി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, നമ്മൾ ഏകദേശം ഇൻഡിപെൻഡൻസ് കിട്ടിയ ടൈം, അത്തരത്തിലുള്ള ഒരു ടൈമാണ് ആക്ച്വലി 19th സെഞ്ച്വറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ടൈം, ഇവിടെ ബ്രിട്ടീഷ് ഭരണം നിലനിന്നിരുന്ന ടൈമൊക്കെയാണല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ വളരെയധികം സക്സസ് ആയി നിന്നിട്ടുണ്ടായിരുന്ന ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു ജർമ്മൻ മോഡലിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ്. അതിൽ വരുന്നതാണ് ഈ ഷൂൾസ് ആൻഡ് ഡെലിഷ് മോഡൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിനെ ഇൻസ്പയർ ചെയ്തിട്ട്, ബ്രിട്ടീഷ് മോഡലിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്ത് കോപ്പറേറ്റീവ് ബാങ്കിങ് മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. മാത്രമല്ല ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇവിടെ ഒരു 80% അല്ലെങ്കിൽ 75% ആളുകൾ ആശ്രയിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് അല്ലേ. അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക്, നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ പീപ്പിൾസിന് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഒരുപാട് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സെൽഫ് എംപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അവരെ പ്രൊമോട്ട് ചെയ്യുക, അതിനാവശ്യമായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഇതൊക്കെ ആണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള എന്തിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഏഷ്യയിലുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. കോപ്പറേറ്റീവ് ബാങ്കിങ് എന്നാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്, എന്തിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ആൻഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഏഷ്യ ഏതാണെന്നുള്ളത് ക്ലിയർ അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് ബാങ്ക്സ് 2 ലെവൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതിനെയാണ് UCB എന്ന് പറയുന്നത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നെയിമിൽ തന്നെ ഉണ്ട് അർബൻ. അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എവിടെയായിരിക്കും, സിറ്റീസിലോ ടൗൺസിലൊക്കെ ആയിരിക്കും അല്ലേ. ബിക്കോസ് എന്താ, ഇതൊരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് അല്ലേ. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സിറ്റീസിൽ അല്ലെങ്കിൽ ടൗൺസിലൊക്കെയുള്ള ലോവർ അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അവർ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു UCBസിന് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇവർ സ്മാൾ ട്രേഡേഴ്സിനും ബിസിനസ്സിനും ഇൻഡിവിജ്വൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് യു സി ബിസിൽ അറിയേണ്ട കാര്യം. ഇതാണ് യു സി ബിസിൽ നിങ്ങൾ എഴുതേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് സിറ്റീസ് അല്ലെങ്കിൽ ടൗൺസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സിനെയാണ് സെർവ് ചെയ്യുന്നത്. ആൻഡ് മാത്രമല്ല ഇവർ സ്മാൾ ട്രേഡേഴ്സിന്, ബിസിനസ്സിന്, ഇൻഡിവിജ്വൽസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ എങ്ങനെയായിരിക്കും? റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് വില്ലേജ് ലെവലിൽ തന്നെ ആയിരിക്കും അല്ലേ, റൂറലി ഫോക്കസ് ചെയ്യുന്ന ബാങ്ക് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഷോർട്ട് ടേം സ്ട്രക്ചർ എന്നും ലോങ് ടേം സ്ട്രക്ചർ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിനെ ഷോർട്ട് ടേം സ്ട്രക്ചർ എന്നും ലോങ് ടേം സ്ട്രക്ചർ എന്നും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഷോർട്ട് ടേം സ്ട്രക്ചറിനെ തന്നെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് PACS, DCCB, SCB എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കൺഫ്യൂസ്ഡ് ആയോ? RCBനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി. ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം സ്ട്രക്ചറും ഉണ്ട്. ഷോർട്ട് ടേം സ്ട്രക്ചറിനെ വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ PACS എന്ന് പറയുന്നതും DCCB എന്ന് പറയുന്നതും SCB എന്ന് പറയുന്നതും. ഇനി അതുപോലെ തന്നെ ലോങ് ടേം സ്ട്രക്ചറിലാണെങ്കിൽ 2 ടയേഴ്സും ഇൻവോൾവ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 2 ടയേഴ്സ് എന്ന് പറയുന്നത്? PCARDB എന്നും SCARDB എന്നും. PCARDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും SCARDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? 2 റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം സ്ട്രക്ചറായിട്ടും അതുപോലെ തന്നെ ലോങ് ടൈം സ്ട്രക്ചറായിട്ടും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടൈം സ്ട്രക്ചറിനെ വീണ്ടും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ആൻഡ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസും ആൻഡ് അതുപോലെ തന്നെ SCBസും. ഓക്കെ, അതുപോലെ ലോങ് ടൈം സ്ട്രക്ചറിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് PCARDBയും SCARDBയും. PCARDBയും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഷോർട്ട് ടൈം സ്ട്രക്ചേഴ്സാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്ട്രക്ചറിൽ 3 ടയർ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അതിൽ വരുന്ന ഒന്നാണ് PACS എന്ന് പറയുന്നത്. PACS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വില്ലേജ് ലെവലിലാണ് കേട്ടോ. അപ്പോൾ വില്ലേജ് ലെവലിലുള്ള ഫാമേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, മേ ബി ലോൺസ് പ്രൊവൈഡ് ചെയ്യലോ അല്ലേ, അപ്പോൾ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ DCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇത് ഡിസ്ട്രിക്ട് ലെവലിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. SCB എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇത് സ്റ്റേറ്റ് ലെവലിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലോങ് ടേം സ്ട്രക്ചറാണ് പറയുന്നത്. ഇവിടെ 2 ടയർ സ്ട്രക്ചറാണുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുമാണ് ഉള്ളത് അല്ലേ. ഇനി എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം അല്ലേ, ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ലോൺസ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു വില്ലേജ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഫോർ ഷോർട്ട് ടൈം ലോൺസ് ടു ഫാമേഴ്സ്. ഓക്കെ, അതുപോലെ ഇവരുടെ സോഴ്സ് ഓഫ് ഫണ്ട്, ദാറ്റ് മീൻസ് ഇവരിങ്ങനെ ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോൺസ് ഇവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ആദ്യം ഫണ്ട് വേണ്ടേ? ഫണ്ട് വേണം. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ സോഴ്സ് ഓഫ് ഫണ്ട്? ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ഫണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന് മെമ്പർ ഡെപ്പോസിറ്റ് മീൻസ് എന്താണ്? ആ ഒരു ബാങ്കിലുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, അവരെന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ എമൗണ്ടാണ് അവരെന്ത് ചെയ്യുക? ഇത്തരത്തിൽ നമ്മുടെ ഫാമേഴ്സിന് എന്ത് ചെയ്യുക? ലോണായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് കിട്ടുന്ന ബോറോങ്സിലൂടെ. അതുപോലെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ അല്ലേ, ആ ഷെയർ ക്യാപിറ്റൽസ്, അതുപോലെ തന്നെ റിസർവ്സ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർ എന്തിനൊക്കെയാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാത്തിനും ഒരു ലോൺസ് പ്രൊവൈഡ് ചെയ്യൂല. പകരം ഇവരെന്തിനൊക്കെയാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കാണ്? ഫാമേഴ്സിനാണ് അല്ലേ. അപ്പോൾ ഫാമേഴ്സിന് എന്ത് വേണ്ടി വരും? അവർക്ക് അവരുടെ അഗ്രികൾച്ചർ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള സീഡ് വേണ്ടേ, ഫെർട്ടിലൈസർ വേണ്ടേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഷീൻസ് വേണ്ടി വരും, അതിൻ്റെ റിപ്പയേഴ്സ് നടക്കേണ്ടി വരും. അതുപോലെ ക്യാറ്റിൽ വേണ്ടി വരും. ക്യാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കന്നുകാലികൾ അല്ലേ, കന്നുകാലികൾ വേണ്ടി വരും. അതുപോലെ നമ്മുടെ ഫാമിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് വേണ്ടി വരും അല്ലേ. ഇതൊക്കെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുടെ കയ്യിൽ മേ ബി ഫണ്ട് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടൊക്കെ നമ്മുടെ
ഫാമേഴ്സിന് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ എയിമായിട്ട് വരുന്നത്. ഇനി എന്താണ് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്? എന്താണ് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇതൊരു 3 ടയറാണ്. 3 ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ലെവൽ പഠിച്ചിരുന്നു, 3 ലെവൽ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ടോപ്പ് ഉണ്ട്, മിഡിൽ ഉണ്ട്, ലോവർ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ലെവൽ പഠിച്ചിരുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു 3 ടയറിലും വരുന്നത്. അവിടെ നമ്മൾ 3 ലെവൽ എന്ന് പറഞ്ഞിരുന്നു, ബട്ട് ഹിയർ നമ്മൾ 3 ടയർ എന്നാണ് പറയുന്നത്. 3 ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ ലെവൽസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? 3 ടയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും അപ്പെക്സിൽ വരുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. ഏറ്റവും അപ്പെക്സിൽ വരുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. ആൻഡ് മിഡിലിൽ വരുന്നത് ആരാണ്? ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. ആൻഡ് ഏറ്റവും ലോവറിൽ വരുന്നത് ആരാണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു DCBs ഉണ്ടല്ലോ, DCBs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ടല്ലോ, ഈ ഒരു ലെവലിലുള്ള ബാങ്കായിരിക്കും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഈ ഒരു DCB ആണ്, DCCB ആണ്. DCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഇവരെ ലിങ്ക് ചെയ്യുന്നത്. അതാണ് നമുക്ക് DCBയിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള പോയിന്റും. ലിങ്ക് ബിറ്റ്വീൻ PACS ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ ഇവർ നമ്മുടെ PACSന് ആവശ്യമായിട്ടുള്ള മീൻസ് എന്താ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണോ ഇവരുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുക? ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ലോൺസ് ഇവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, DCBs ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അവരിലുള്ള ഫണ്ടൊക്കെ ഉണ്ടല്ലോ അത് മാനേജ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ ഒരു DCBs ആണ്. എവിടെയുള്ള ഫണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ആൻഡ് ഇവരുടെ സോഴ്സസ് ഓഫ് ഫണ്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? ഷെയർസ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ്സ് ഉണ്ട്, ആൻഡ് ബോറോയിങ്സ് ഉണ്ട്. ഇതൊക്കെയാണ് അവിടെ വരുന്നത് സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത്. എവിടെ? DCBയിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയിട്ടാണ്. ദാറ്റ് മീൻ SCBസിനെ പറ്റിയിട്ടാണ്. SCBs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവൽ നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും മുകളിൽ വരുന്ന, ഏറ്റവും ടോപ്പിൽ വരുന്ന, ഏറ്റവും അപ്പെക്സിൽ വരുന്നതാണ് എന്ത്? ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവരാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും DCBസിനെ എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റിലുള്ള ഫെഡറേഷൻ ഓഫ് DCCBs ഇൻ ദ സ്റ്റേറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇവർ RBI ആൻഡ് NABARD ആയിട്ട് ഒരു ക്ലോസ്ലി ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത്? ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഡിസ്ട്രിക്റ്റിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കും. അങ്ങനെ ഡിസ്ട്രിക്റ്റ് എന്ത് ചെയ്യും? അത് പ്രൈമറിയിലോട്ടും കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് അവരെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നുള്ളതും ജസ്റ്റ് ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയയും ആൻഡ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫങ്ഷൻസ് ഓഫ് SCB. ഫങ്ഷൻസ് ഓഫ് SCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു ചെയിൻ പോലെയാണ് ആക്ച്വലി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേടാ, അതായത് ഇവിടെ ഏറ്റവും അപ്പെക്സിൽ ആര് വരും? സ്റ്റേറ്റ് വരും അല്ലേ? ആൻഡ് സെൻട്രൽ ആര് വരും? DCB വരും. ആൻഡ് ലാസ്റ്റ് ആര് വരും? പ്രൈമറി വരും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചെയിൻ പോലെയാണ് ആക്ച്വലി. അതായത് എങ്ങനെയാണെന്ന് അറിയോ? സ്റ്റേറ്റാണ് ആരെ ഹെൽപ്പ് ചെയ്യുക? ആർക്ക് ആവശ്യമായിട്ടുള്ള മണിയൊക്കെ കൊടുക്കുക? DCBസിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു DCBs ആയിരിക്കും PACSന് ആവശ്യമായിട്ടുള്ള മണിയൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ചെയിൻ പോലെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് നമ്മുടെ DCCBs ഉണ്ടല്ലോ, DCCB ഉണ്ടല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മണി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അതായത് ഇവർ DCBസിനും എമൗണ്ട് കൊടുക്കുന്നുണ്ട്, DCBസിനും എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ DCBസിൽ നിന്നും എമൗണ്ട് ബോറോ ചെയ്യുക, അല്ലെങ്കിൽ DCBസിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കൊടുക്കുകയും ബോറോ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ DCBസിൽ നിന്നും തിരിച്ചും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? എമൗണ്ട്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ ഒരുപാട് എമൗണ്ട് ഉണ്ട്. മീൻസ് നമ്മുടെ ലാബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? നമുക്ക് സർപ്ലസ് ആണെന്ന് പറയാം. മീൻസ് എന്താ? പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ
നോർമൽ കേസിൽ പറയും. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർ കോപ്പറേറ്റീവ് ബാങ്ക് നമ്മളതിന് പറയുന്ന പേരെന്താണ്? സർപ്ലസ് എന്നാണ്. ഓക്കെ, എന്താണ് സർപ്ലസ് എന്ന്? അപ്പോൾ ഇവിടെ സർപ്ലസ് ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലാബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എക്സ്പെൻസസ് അല്ലെങ്കിൽ കൂടുതലും ആൻഡ് നമുക്കുള്ള ഇൻകംസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഡെഫിസിറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ എക്സ്പെൻസ് നല്ല കൂടുതലാണ്, പക്ഷെ നമുക്കുള്ള ഇൻകംസ് ആണെങ്കിൽ എക്സ്പെൻസസിൻ്റെ അത്ര തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നമുക്ക് ലോസ് ആണ് അല്ലേ? ലോസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് എന്ത്? ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു ഡെഫിസിറ്റും സർപ്ലസ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ബാലൻസ് സെൻറ്ററായിട്ട് അവിടെ ഫങ്ഷൻ ചെയ്യുന്ന ആരാണ്? SCBs ആണ് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഇവർ നമ്മുടെ DCCBനെ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെൻറ്റും RBI ആയിട്ടും നെബാർഡായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ SCBs എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഗവൺമെൻറ് ഇവരോടായിരിക്കും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഇവരാണ് അപ്പെക്സ് അല്ലേ, ഇവരാണ് ടോപ്പിലുള്ളത്. അപ്പോൾ ഇവരാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് DCBs തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവർ ഡിഫറെൻറ്റ് ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡ്രാഫ്റ്റ്, സേഫ് ലോക്കേഴ്സ്, ബിൽ കളക്ഷൻസ് എക്സെട്ര. ആൻഡ് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് സർട്ടിഫിക്കറ്റും ഇവരാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവരുടെ സോഴ്സസ് ഓഫ് ഫണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ് ഉണ്ട്, ഓൺ ഫണ്ട് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ബോറോയിങ്സ് ഉണ്ട്. ഇനി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? DCCB വഴിയും സൊസൈറ്റീസ് വഴിയും ആൻഡ് ഗവൺമെൻറ് ത്രൂ ഒക്കെയാണ് ഇവർ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. റിസർവിലാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ട് ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഉണ്ട്. ഓൺ ഫണ്ടിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലും റിസർവും. ഡെപ്പോസിറ്റ് ആണെങ്കിൽ മെമ്പേഴ്സിൽ നിന്നുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ളത്, പബ്ലിക്കിൽ നിന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബോറോവിങ്സ് ആണെങ്കിലും നെബാർഡിൽ നിന്ന് കിട്ടും, RBIയിൽ നിന്ന് കിട്ടും, SBIയിൽ നിന്ന് കിട്ടും, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ നിന്നും ഇവർക്ക് ബോറോയിങ്സ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ലെൻഡിങ് ബൈ SCBs ആണ്. ഇപ്പോൾ SCBസിലൂടെ നടക്കുന്ന ലെൻഡിങ് എന്തൊക്കെയാണ്? SCBs നടത്തുന്ന ലെൻഡിങ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡിസ്ട്രിക്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനാണ് അവർ പ്രധാനമായിട്ടും എന്ത് കൊടുക്കുന്നത്? ലെൻഡ് ചെയ്യുന്നത്. അവർക്കും അതിനോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇവർ ലെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ എന്തൊക്കെ ടൈപ്പ് ലോണാണ് ഇവർ കൊടുക്കുന്നത്? ഷോർട്ട് ടൈം ലോൺസും കൊടുക്കുന്നുണ്ട്, മീഡിയം ടൈം ലോൺസും കൊടുക്കുന്നുണ്ട്. ഷോർട്ട് ടൈം ലോൺസ് എന്ന് പറയുന്നത് ആ ഒരു ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 ഇയറിനുള്ളിലായിരിക്കും. മീൻസ് 1 ഇയർ വരെ ആവും അതിൻ്റെ കാലാവധി. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഷോർട്ട് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്പ് പ്രൊഡക്ഷന്, ക്യാറ്റിൽ ഫീഡ്, കാലിത്തീറ്റ അല്ലെങ്കിൽ നമ്മുടെ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ദെൻ മീഡിയം ടൈം ലോൺ ആണ് എന്നുണ്ടെങ്കിൽ ഇത് 3 years ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഫോർ ടൂൾസ്, വെൽസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മീഡിയം ടൈം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും നമ്മൾ സെക്യൂരിറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ വായ്പ കൊടുക്കുന്ന ആ ഒരു സൗകര്യവും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാട്ടോ. ഇനി എന്തൊക്കെയാണ് SCBs ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്ര ഫങ്ഷൻസ് ലെൻഡിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആൻഡ് ഈ ഒരു രീതിയിൽ ക്ലാസ് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. എങ്കിൽ മാത്രം നമുക്ക് മറ്റ് സബ്ജക്റ്റൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഐ തിങ്ക് നിങ്ങളുടെ എക്സാം September 16 നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ PYQ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് വറി.